ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാസുവൻ ജയിച്ചു എന്നുള്ള ആ ഒരു ന്യൂസ് കേട്ട് നമ്മുടെ വിക്രം അന്തം വിട്ടിങ്ങനെ നിൽക്കുവട്ടെ, ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ വാസുവൻ മാറിയതൊന്നും ഇവിടെ വിക്രം അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ വിക്രത്തിന് ആകെ തകർച്ചയായത് ഉണ്ടായത്. അതിനുശേഷം പിന്നെ വിക്രത്തിൻ്റെ മകനെ കൊന്നതും ആ ഒരു ഇതെല്ലാം ഈ ഒരു ന്യൂസിലൂടെ കടന്നു വരിക. അപ്പോൾ വിക്രത്തിൻ്റെ മുഖത്ത് സംഭവിച്ച ആ ഒരു മാറ്റങ്ങളെല്ലാം അച്ഛൻ അവിടെ നിന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നു. അതായത് വിക്രത്തെ ശരിക്കും ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം ആ ടി വി അങ്ങ് ഓഫ് ചെയ്തു. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. വിക്രം അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ വിക്രം അവിടെ ഇരുന്ന് കരഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ഗീവർഗീസേട്ടനും എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുക കേട്ടോ. ആ സമയത്ത് വിക്രം, താനെന്തിനാ കരയുന്നേ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഗീവർഗീസേട്ടനും അച്ഛനും വിളിക്കുക. അപ്പോഴത്തേക്കും ഒരു ഇതിലേക്ക് നമ്മുടെ വിക്രം വന്നു. അപ്പം ഞാനാണച്ചോ കാരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ പറയുക കേട്ടോ. ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച മനുഷ്യനാണ് ശ്രീനി സാറെന്നും ആ മനുഷ്യന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നും മരണത്തിൽ നിന്നും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചെടുത്ത ഒരാളാണെന്ന കാര്യമൊക്കെ പറയുവാണ്. അപ്പോൾ ഒരു കണക്കിന് വേദ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കാരണക്കാരൻ പോലും അദ്ദേഹമാണെന്ന കാര്യവും വിക്രം പറയുക. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇത്. അതാണ് ഞാൻ ഇല്ലാണ്ടാക്കിയത്. അത് തകരാനും ഞാൻ തന്നെ കാരണമായി എന്നൊക്കെ വിക്രം പറയുമ്പം മനുഷ്യൻ്റെ ആ ഒരു ഇത് സ്വന്തം വഴികളെ നിരീക്ഷിപ്പിക്കും, പക്ഷേ അവൻ്റെ കാലടികളെ യഹോവ ക്രമപ്പെടുത്തുന്നു എന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ അച്ഛനിങ്ങനെ സമാധാനിപ്പിക്കും വിക്രത്തെ. അപ്പോൾ ഇതുവരെയുള്ളൊരു ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും തെറ്റാണ് എന്ന് അറിയാമായിരുന്നിട്ടും അതങ്ങനെ തന്നെ ആയിരുന്നു എന്നും പറഞ്ഞു. പിന്നെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും എല്ലാം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ അതിങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നു. അപ്പോൾ നിനക്കെല്ലാം ഒന്ന് ഏറ്റു പറയണമെന്നുണ്ടോ എന്ന് അച്ഛൻ ഇങ്ങനെ വിക്രത്തോട് ചോദിക്കാം. എന്നിട്ട് ആ അച്ഛൻ വിക്രത്തിൻ്റെ അരികിലേക്ക് ചെന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ഛൻ വിക്രത്തെ ചേർത്ത് പിടിച്ച് കുറേ ബൈബിൾ വാക്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വിക്രത്തിൻ്റെ തലയിൽ പിടിച്ച് വിക്രത്തെ ആശ്വസിപ്പിക്കുക. അതിനുശേഷം വിക്രത്തോട് എല്ലാം ഏറ്റു പറയാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തെ കൊണ്ട് അച്ഛൻ കുമ്പസാരിപ്പിക്കുവാണ്. അങ്ങനെ കുമ്പസാരിപ്പിക്കുന്ന ഈ ഒരു സമയത്ത് അച്ഛനാണെങ്കിൽ വിക്രത്തിന് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ വിക്രത്തിനോട് പറയാൻ പറഞ്ഞു. വിക്രം അന്നേരം തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് അവസാനിച്ച് നിൽക്കുന്നിടം വരെയുള്ള കാര്യങ്ങൾ അച്ഛനോട് എല്ലാം ഏറ്റു പറയുക. അങ്ങനെ എല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വേദയെ കാണാനായിട്ട് ആ മാനേജർ വേദയുടെ ഒക്കെ വീട്ടിലേക്ക് ചെല്ലും കേട്ടോ. അപ്പോൾ വേദയുടെ വീട്ടിലേക്ക് ചെന്നു. അയാൾ വാതിൽ കൊട്ടിയിട്ടിരിക്കുന്നത് അയാൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. വേദ വന്ന് വാതിൽ വന്ന് തുറന്നപ്പോഴത്തേക്കും ഇയാളിങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുക. സാറെന്താ ഇവിടെയെന്ന് ചോദിച്ചു വേദ. അസുഖമാണെങ്കിൽ ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദയൊക്കെ ആവാം കേട്ടോ. അപ്പം ഞാൻ മേരി ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു വേദ. അപ്പോൾ എൻ്റെ നമ്പർ എന്താ കയ്യിലില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറിച്ച് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മേരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളാമെന്ന് പറഞ്ഞു വേദ. അപ്പോൾ ഇയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുവാണേ. വീട്ടിൽ ആദ്യമായിട്ട് വന്നിട്ട് വേദയൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ നീ മാനേജർ. ഇവിടെ അതിനുള്ള സൗകര്യമൊന്നും ഇല്ല സാറേ. അപ്പോൾ സൗകര്യം എന്നുള്ളതൊക്കെ നമ്മുടെ മനസ്സല്ലേ വേദ നീ ആൾ വേദയോട് ചോദിച്ചു. അപ്പോഴും ഒരു വല്ലാത്ത ചിരി. എനിക്ക് പനിയായിട്ടിരിക്കുകയാണ് സാറ് പോയിട്ട് വിക്രം ഉള്ളപ്പോൾ വരാൻ പറഞ്ഞു. അപ്പോൾ വിശദമായിട്ട് പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു വേദയെ. പിന്നെ അന്നേരം ചിരിച്ചോട്ട് നിൽക്കുക. ശരിയെന്നും പറഞ്ഞു വേദ അകത്തേക്ക് പോകുമ്പോൾ അല്ല പോവാണോ നീ ആൾ വേദയോട് ചോദിച്ചു. വേദ അന്നേരം ഇങ്ങനെ നോക്കി. സാറിനിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. പ്രേമിച്ചോടിപ്പോന്നതാണെന്നാണ് മേരി പറഞ്ഞത്, പക്ഷെ പേടിച്ചോടിപ്പോന്നതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക. തോട്ടം തൊഴിലാളികളായ പെണ്ണുങ്ങളെ നാട്ടിലെ കുറച്ച് ആളുകളെയും പറ്റിക്കാനൊക്കെ കഴിഞ്ഞേക്കും. പക്ഷേ ഈ ജോബിയെ പറ്റിക്കാൻ പറ്റത്തില്ല കുട്ടി എന്ന് ഇയാൾ പറയാം. അപ്പം സാർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വേദ ചോദിച്ചു. അപ്പം യഥാർത്ഥ ഉദ്ദേശം വേദയ്ക്ക് മനസ്സിലാകും. പിന്നെ പക്ഷെ ഇപ്പം പറഞ്ഞ നിങ്ങളെ നാട്ടുകാരെ പറ്റിക്കുന്നതിനെ പറ്റിയാണ്. അപ്പം ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വേദ. അപ്പോൾ കൊന്നിട്ടായിരിക്കും അല്ലേ ശീലം എന്ന് ഇയാൾ വേദയോട് ചോദിക്കുമ്പോൾ വേദ ഞെട്ടി. ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ വേദയുടെ മുഖത്ത് പെട്ടെന്നൊരു പേടിയുടെ ഒരു ഇത് കണ്ടു. ഇലക്ഷന് മത്സരിക്കുന്ന വാസുവൻ എന്ന ആളിൻ്റെ മകനെ കൊന്ന കുറ്റത്തിന് പോലീസ് തേടുന്ന പ്രതിയല്ലേ വിക്രം എന്ന് ഇയാൾ ചോദിക്കുക. പിന്നെ ഇക്കാലത്ത് സത്യവും നുണയും ഒളിപ്പിക്കാൻ വലിയ പാടാണ് എൻ്റെ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വേദയോട് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് ഓണാക്കി അതിൽ വന്ന് അത് കാണിച്ചു കൊടുക്കുവാണ്. ഈ വാസവൻ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ സ്ട്രോങ് ആവുമല്ലോ കാര്യങ്ങൾ.
അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇവിടെ മുഴങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് പേടിപ്പിക്കുക വേദയെ. ഇപ്പോൾ വേദയ്ക്കാണെങ്കിൽ യാതൊരു കുസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷെ ഉള്ളിലൊരു ടെൻഷനുണ്ട്. അങ്ങനെ ഇയാൾ കാണിച്ചു കൊടുത്തത് മുഴുവൻ നമ്മുടെ വേദ കാണുവാണ്. അങ്ങനെ വിക്രത്തെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് വേദ തന്നെ ഞെട്ടിപ്പോയി. നിരവധി ഗുണ്ട ഓപ്പറേഷനുകൾ നടത്തിയ ഒരാളാണ് വിക്രം. അപ്പോൾ ആ ഒരു ആളിനോടൊപ്പമാണ് ശങ്കരനാരായണൻ എന്ന ജഡ്ജിയുടെ മകൾ ഒളിച്ചോടിയത് എന്ന ന്യൂസ്. അത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വേദ ഞെട്ടി. എനിക്ക് വേണമെങ്കിൽ ഇത് ആളുകളുടെ മുന്നിൽ പ്രചരിപ്പിക്കാമെന്ന് ഇയാൾ പറയുവാണ്. അതോടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാവല്ലോ അല്ലേ? നിങ്ങളുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറയുമ്പം ദേ അതിന് സാർ വിക്രമന കൊലപാതകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വേദ പറഞ്ഞു. കുറച്ച് ദിവസത്തിനുള്ളിൽ അത് തെളിയുമെന്ന് പറയുമ്പം അതൊക്കെ തെളിയിക്കാൻ ഒരുപാട് സമയവും പണമൊക്കെ വേണ്ടേ എന്ന് ഇയാൾ ചോദിക്കാം. അപ്പം അതിനെക്കുറിച്ചൊന്നും സാർ ഓർക്കണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വേദ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വിക്രമിനെതിരെ ഒരു കേസും ഉണ്ടാവില്ല എന്നും പറഞ്ഞു വേദ. പിന്നെ തൽക്കാലം സാറിത് ആരെയും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു വേദ. അത് വേദയ്ക്ക് എന്നോട് ആവശ്യപ്പെടണമെങ്കിൽ അതിനുള്ള പ്രതിഫലവും എനിക്ക് വേണം എന്ന് ഇയാൾ വേദയോട് പറയപ്പോൾ വേദ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവൻ്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് വേദയ്ക്ക് മനസ്സിലായി. വേദ എന്നേരം ഇവനിങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കി. ഇത് ഞാൻ തൽക്കാലം ആരോടും അറിയിക്കാതിരുന്നാൽ കുറേ നാൾ നിങ്ങൾക്കിവിടെ തേയിലയും നുള്ളിയൊക്കെ കഴിയാം എന്ന് ഇയാൾ വേദയോട് പറയുക. പിന്നെ അറിയിച്ചാൽ അതോടുകൂടി കാര്യങ്ങൾക്കൊരു തീരുമാനമാകുമെന്ന് പറയുമ്പം ദേ സാർ എത്ര പണം ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം പണമോ? അയ്യേ, ഞാൻ അത്രക്കാരനൊന്നുമല്ല, എനിക്ക് പണവും വേണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയാൽ ഞാൻ പിന്നെ ആരാണെന്ന് ഇയാൾ വേദയോട് ചോദിക്കുക കേട്ടോ. പിന്നെ പനി മാറി ഉഷാറാകുമ്പോൾ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്കൊന്ന് വാ, അവിടെ വെച്ച് ഞാൻ പറയാം എന്ന് ഇയാൾ വേദയോട് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് നമ്മൾ തമ്മിൽ മാത്രമുള്ള കാര്യങ്ങൾ പറയാൻ നല്ലതേ അവിടെയാ, എസ്റ്റേറ്റ് ബംഗ്ലാവ് തന്നെയാടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയോട് ഇയാൾ ഇങ്ങനെ സംസാരിച്ചു. വരട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് അങ്ങ് പോകുന്നു. എന്തായാലും അങ്ങനെ താൻ അവിടെ വന്നാൽ പിന്നെ ഇവിടെയുള്ള എല്ലാവരെക്കാളും മുന്തിയ പരിഗണന ഞാൻ തനിക്ക് നൽകും, വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. സാർ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു വിഷയവും ഇല്ല, അതിനായി നിങ്ങളുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് വരാൻ താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു വേദ. വാ തുറന്ന് വൃത്തികേട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ വൃത്തികേടിൻ്റെ നാറ്റം മനസ്സിലാക്കാനേ പ്രത്യേക പരിശീലനമൊന്നും വേണ്ട, അതെനിക്ക് മനസ്സിലായി എന്ന് വേദ ഇയാളോട് പറയുക. അതിനുള്ള പ്രതിവിധി എന്താണെന്ന് അറിയാതൊന്നും അല്ല. ഒരൊറ്റ തവണത്തേക്ക് മാത്രം കേട്ടോടോ, ഇനി ഇത് ആവർത്തിച്ച സാറിൻ്റെ കാരണം പുകയും എന്നും വേദ ഇയാളോട് പറയുക. പിന്നെ വീഡിയോ പ്രചരിപ്പിക്കും എന്നുള്ളത് ഒരുപാട് ഭീഷണികൾ നേരിട്ടിട്ടാണ് സാറേ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് ഉണ്ണാക്കി കാണിച്ച് പേടിപ്പിക്കാൻ സാർ പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവനെ എടുത്തിട്ട് പൊളിച്ചടിക്കും. ശരി എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് പോയി. വേദ അവിടെ നിൽക്കുന്നു. വന്നതുപോലെ നാണം കെട്ടി വന്ന് തിരിച്ചും പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രവും അതുപോലെ നമ്മുടെ ഗീവർഗീസ് ചേട്ടനൊക്കെ വീട്ടിലേക്ക് കയറി വരും. അപ്പോഴാണ് ഈ മാനേജർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഇവർ കാണുന്നത്. അയാൾ എന്നാ കാണിക്കാൻ എങ്ങോട്ട് വന്നതെന്ന് ഗീവർഗീസ് ചേട്ടൻ ചോദിക്കുക. വേദ പനിച്ച് കിടക്കുകയാണെന്ന് മേരി ചേച്ചി പറഞ്ഞിട്ടാവുമെന്ന് ചോദിക്കുമ്പം എങ്കിലിന്ന് രാത്രി ഈ മലയിൽ വാൽനക്ഷത്രം പ്രതീക്ഷിക്കാം. അതെന്താ എൻ്റെ പൊന്നു വിക്രം, തൊഴിലാളികൾ ഒരാൾ വണ്ടി ഇടിച്ച് ചത്താൽ പോലും തിരിഞ്ഞു നോക്കാത്തവനാണെന്ന് പറഞ്ഞു ചേട്ടൻ. എന്തെങ്കിലും കുരുത്തക്കേടായിരിക്കും കയ്യിൽ. എന്താ പറഞ്ഞതെന്ന് വേദയോട് സംസാരിച്ച് നോക്ക്, ഞാൻ പോട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. ഈ വർഗീസ് ചേട്ടൻ പോയി. വിക്രവും അതുപോലെ അനിയൻ കൂട്ടനും കൂടെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴത്തേക്കും വേദ ഇറങ്ങി വന്നു. അച്ഛനെ ഇറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. പോയിട്ടെന്തോ അത്യാവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞതെന്ന കാര്യം വിക്രം പറയാം. അല്ല, ആ മാനേജർ എന്തിനാ വന്നേ? അപ്പോൾ അകത്തേക്ക് വാ, പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അനിയൻ കൂട്ടനെയും കൂട്ടി വിക്രവും വേദയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അവിടെ ചെന്ന് ഇവർ സംസാരിക്കാനായിട്ടാണ് ഇരിക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്നത് ആ മാനേജർ സ്കൂട്ടർ ഓടിച്ച് അയിലിയിലൊക്കെ പോവുകയാണ്. അങ്ങനെ സ്കൂട്ടർ ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ വിക്രം വഴിയിൽ വെച്ച് ഇയാളെ കണ്ടു. അങ്ങനെ ഒരു കയ്യടിയൊക്കെ ആയിട്ട് ഇവനെ വിളിച്ചങ്ങ് നിർത്തി. ഇവനവിടെ നിന്നപ്പോൾ നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് ചെന്നില്ലേ. വിക്രം ആരാണെന്നോ വിക്രത്തിൻ്റെ പവർ എന്താണെന്നോ ഒന്നും അറിയത്തില്ലാതെ പാവത്തിന് പറ്റിപ്പോയതാ. വിക്രം കറക്റ്റ് സമയത്ത് അവിടേക്ക് അങ്ങ് ചെല്ലുമെന്ന് ഇവൻ പ്രതീക്ഷിച്ചില്ല. സാറൊന്ന് നിലത്തിറങ്ങിയാട്ടെ സാറേ എന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ താക്കോൽ ഊരി അങ്ങെടുത്തു. നമ്മൾ എന്ത് ചെയ്താലും സമ്മാനം വാങ്ങാൻ തറയിലേക്ക് വരണമല്ലോ, സാറൊന്ന് ഇറങ്ങിക്കേ എന്ന് വിക്രം പറഞ്ഞു. ഇറങ്ങണ്ട സാറേ, ഒന്ന് ഇറങ്ങ് സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ സാറെന്നല്ലേ വീട്ടിൽ വന്നായിരുന്നല്ലേ? അപ്പോൾ അത്
അതിലിപ്പോൾ വേദയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ തോട്ടം തൊഴിലാളികൾക്ക് അസുഖം വന്ന മാനേജർ വീട്ടിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കാറുണ്ട് അല്ലേ? അല്ല, നമ്മുടെ അടുത്തറിയാവുന്നവരായതുകൊണ്ടേ. അതെ അതെ അതെ. എന്നിട്ട് അവരോട് എന്താ സാറ് പറഞ്ഞത്? പറ സാറേ, എന്താ സാറ് പറഞ്ഞത്? അവരോട് എന്താ സാറ് പറയാറ്? അല്ല, അത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ നിൽക്കുമ്പം സാർ അവൾക്ക് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പം നോക്കട്ടെ അത്, ഞാൻ കാണട്ടെ അത് എന്ന് പറയുമ്പോൾ ഇയാൾ കാണിക്കാതെ ഇങ്ങനെ നിൽക്കുക. സാറ് കാണിക്കുന്നോ അതോ ഞാൻ ആ മൊബൈൽ പിടിച്ചു വാങ്ങി നോക്കണോ? എന്താ ചെയ്യേണ്ടത്? വേണ്ട, ഞാൻ കാണിക്കാം എന്ന് ഇയാൾ പറഞ്ഞു. അങ്ങനെ വിക്രത്തെ കാണിച്ചു കൊടുത്തു. അപ്പോൾ വിക്രം ഇത് കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിക്രം ഇങ്ങനെ നോക്കി. വിക്രത്തിനൊരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇയാൾ പേടിച്ചു. അപ്പോൾ ഇത് വെച്ചായിരുന്നു ഭീഷണി അല്ലേ? അയ്യോ, ഭീഷണിയൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെന്തായിരുന്നു എന്ന് വിക്രം ചോദിച്ചു. ഇയാൾക്ക് പേടിയായി തുടങ്ങി. കുറേ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് താമസം മാറ്റിയത്. കുറച്ച് നാളുകൾ അതിനുള്ളിൽ എനിക്കറിയാനുള്ളൊരു കാര്യം അറിയുന്നതോടെ ഞാൻ ഇവിടുന്ന് സ്ഥലം വിടും. അതിനുള്ളിൽ സാറ് ഇവിടുത്തെ ആൾക്കാർക്കിടയിൽ ഇത് പ്രചരിപ്പിക്കുമെന്ന് വേദിയെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ കേട്ടു. അയ്യോ ഇല്ല, അത് നിങ്ങളിപ്പോൾ കണ്ട വാർത്തയും കൊലപാതകത്തിലും ഉൾപ്പെട്ട ആളല്ല ഞാൻ. ജീവിതത്തിൽ ഇന്നേ വരെ വിക്രം ആരുടെയും ജീവൻ എടുത്തിട്ടുമില്ല. പിന്നെ പക്ഷേ എൻ്റെ പെണ്ണിൻ്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എടാ എന്നും പറഞ്ഞുകൊണ്ട് അവനെ കയറി അങ്ങ് പിടിച്ചില്ലേ? അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ വേണ്ടാന്ന് പറഞ്ഞേക്കാം. പൊന്നാറ മാനേജറെ, വിക്രമേ അതങ്ങ് ചെയ്യും. ഒരീച്ച കുഞ്ഞു പോലും അറിയാതെ അത് ചെയ്ത് മനുഷ്യരെത്തി നോക്കാത്ത ഏതെങ്കിലും കൊക്കയിലേക്ക് വലിച്ചെറിയും ഞാനെന്ന് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക. ജോബി മാനൂർ എന്ന എസ്റ്റേറ്റ് മാനേജർ ഒരു ദിവസം കൊണ്ട് ഈ ഭൂമിയിൽ നിന്നങ്ങ് മാഞ്ഞു പോകും. വേണോ? അത്രയും ആൾക്കാർ അറിയോ? അത് വേണോടോ? അയ്യോ വേണ്ട, എൻ്റെ പൊന്നു ചേട്ടാ വേണ്ട, ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് നിൽക്കുന്നു. ഒരു തമാശയ്ക്ക് പോലും താൻ ഇനി ഈ വാർത്ത കാണില്ല. കാണോടോ? ഇല്ല ഇല്ല, ഇതേ ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ വിക്രത്തിന് മുന്നിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് ഈ ഫോൺ തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്താലോ? അയ്യോ അത് വേണ്ട, ഇത് കമ്പനി ഫോണാ, എല്ലാ കമ്മ്യൂണിക്കേഷനും ഇതിലൂടെയാണ്, പ്ലീസ് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പം എടോ മനൂരാനെ, ദേ ഇതിലും വലിയ പെരുന്നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് കേട്ടോ. ഒരു തരി പൂഴി പോലും അവളുടെ ദേഹത്ത് വീഴാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്നിട്ടാണോ നിന്നെ പോലെ ഒരു പുഴു വാല് പൊക്കിയാൽ? പിന്നെ ഈ വീഡിയോ ഇനി ആരെങ്കിലും കണ്ടു എന്ന് അറിഞ്ഞാൽ ഇല്ലെന്നേ, ഞാൻ പറയത്തില്ലെന്നേ, ആരും കാണത്തില്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കിടന്ന് ഇങ്ങനെ വല്ലാണ്ടാവുക. എന്തായാലും വേദി വിളിച്ചതല്ലേ, ഒരു ദിവസം അവള് ബംഗ്ലാവിലേക്ക് വരും. നീ ആഗ്രഹിച്ചതുപോലെ ഒറ്റയ്ക്കാവില്ല എന്ന് മാത്രം എന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കാം. ആ വിശേഷം നമുക്ക് അപ്പം പറയാം. ഇപ്പോൾ ദേ മാഞ്ഞൂരാൻ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോണും അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു, താക്കോലും അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. വിക്രം അവനെ പറഞ്ഞു വിടുമ്പോൾ പേടിച്ച് വരച്ച് അവിടെ നിന്ന് അങ്ങ് പോയി. വിക്രം മുണ്ടും മടക്കി കുത്തി അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തായാലും തൻ്റെ പെണ്ണിനെ തൊടാൻ വന്നവൻ്റെ നിക്കർ കീറി വിട്ടു നമ്മുടെ വിക്രം. അപ്പം നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. ആരും മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണും, സപ്പോർട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകയാണേ. ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.